ഫ്രണ്ട്സ്, നിങ്ങളോട് ഒരാൾ നിങ്ങൾ ബുദ്ധിശാലിയാണോ അതോ മണ്ടനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി നൽകും? ശരിക്കും നിങ്ങളൊരു മെച്യൂർ പേഴ്സൺ ആണോ അതോ ഇമ്മെച്യൂർ ആണോ? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. രണ്ടുപേർക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണെന്ന് കരുതുക. അതിൽ ഒരാൾ കരുതും താൻ ഒരു മെച്യൂർ പേഴ്സൺ ആണെന്നും താൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നും. എന്നാൽ ഓപ്പോസിറ്റുള്ള മറ്റേ വ്യക്തിയും ഇത് തന്നെയായിരിക്കും കരുതുന്നത്. താനാണ് മെച്യൂർ എന്നും താൻ പറയുന്നതും ചെയ്യുന്നതുമാണ് കറക്റ്റ് എന്നും. എന്നാൽ ഇവരിൽ ഒരാൾ മാത്രം മെച്യൂറും മറ്റേയാൾ ഇമ്മെച്യൂറും ആയിരിക്കും. നമ്മളെല്ലാവരും നമ്മളെ ഒരു മെച്യൂർ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം സത്യമാണെന്ന് പലർക്കും അറിയില്ല. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് 8 സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുകയാണ്. ഇതിന് ഉത്തരം നൽകുന്നതിലൂടെ നിങ്ങൾ എത്രത്തോളം മെച്യൂർ പേഴ്സൺ ആയി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനാകും. ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ മനസ്സ് പറയുന്നത് ചൂസ് ചെയ്ത് ആൻസർ ചെയ്യുക. എന്നാൽ ഞാൻ ചോദിക്കുന്ന ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഒരു മെച്യൂർ പേഴ്സണെ കൊണ്ട് മാത്രമേ ഉത്തരം നൽകാനും കഴിയുകയുള്ളൂ. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നും നോക്കുക. ക്വസ്റ്റ്യൻ 1. ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ വാട്സാപ്പ് DP മാറ്റുകയും DP റിമൂവ് ചെയ്യുകയും ശോകം സ്റ്റാറ്റസുകൾ ഇടുകയുമൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നിങ്ങൾ ഇനിയും മെച്യൂർ ആയിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ നോ എന്നാണ് ആൻസർ എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റസുകൾ ഇടാറില്ലെങ്കിൽ നിങ്ങൾ മെച്യൂർ പേഴ്സൺ ആണ്. നിങ്ങളുടെ മെച്യൂരിറ്റിക്ക് ഇപ്പോൾ തന്നെ ഒരു മാർക്ക് കൊടുത്തോളൂ. മാനസികമായി നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ശോകമായ സ്റ്റാറ്റസുകളൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് സൈക്കോളജിക്കലായി അതിൽ അഫക്റ്റായി ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം തേടാതെ വീണ്ടും ശോകത്തിൽ തന്നെ മുഴുകി ശോകം സ്റ്റാറ്റസുകൾ ഇനിയും ഇടാനും കാണാനുമൊക്കെ തോന്നിപ്പിച്ചേക്കാം. അതുമാത്രമല്ല, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള സുഹൃത്തുക്കൾക്കെല്ലാം നമ്മൾ എന്താണ്, ഇങ്ങനെയൊന്നും ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടൊന്നും നേടാൻ കഴിയില്ല എന്നൊക്കെ കരുതും. അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വാല്യൂ കുറയുകയും നമ്മളും ആ ശോകത്തിൽ തന്നെ മുഴുകി ജീവിതത്തിൽ മുന്നേറാതെ പോകുകയും ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയുണ്ടെന്ന് കരുതുക. അവർ ഒരു അപകടത്തിലേക്ക് പോകുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് ചെയ്യണ്ട, അത് വേസ്റ്റ് ആണ്, അത് ആപത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും അവരത് കേട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകും. ശരി, അത് വിട്ടേക്കാം, ഇനി എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ നടക്കട്ടെ എന്ന് കരുതാം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് പോയി കെഞ്ചിയും ദേഷ്യപ്പെട്ടും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കാം. നിങ്ങൾ അതിൽ ഏതായിരിക്കും ചെയ്യുന്നത്? ഇത്രയും പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലായി അത് വിട്ടുകളഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഒരു മെച്യൂർ പേഴ്സൺ ആണെന്നാണ് അതിനർത്ഥം. എന്നാൽ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് പോയി കെഞ്ചിക്കൊണ്ടിരുന്നാൽ നിങ്ങളൊരു മെച്യൂർ പേഴ്സൺ അല്ലെന്നാണ് കരുതേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ അയാൾക്കൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. എന്നാൽ അവരത് സംശയത്തോടെ ചെയ്യാനിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ അവരെ തടയുമ്പോൾ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കും. അവർക്ക് വിശ്വാസമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എതിർപ്പ് പറഞ്ഞാലും അവരത് കേൾക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവരുടെ നല്ലതിനു വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അവരത് മനസ്സിലാക്കാനും പോകുന്നില്ല. അവർ നിങ്ങളെ തെറ്റായി കാണുകയും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഒരു മെച്യൂർ പേഴ്സണ് നന്നായിട്ടറിയാം, 2 വട്ടം അവർ പറഞ്ഞിട്ടും അത് മറ്റേയാൾ ചെയ്യുന്നില്ലെങ്കിൽ മൂന്നാമത് അത് പറയാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും എങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ എന്നും. ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങൾ ഫാമിലിയോടൊപ്പം തിയേറ്ററിൽ സിനിമ കാണാൻ പോയെന്ന് കരുതുക. അവിടെ വെച്ച് ആരെങ്കിലും നിങ്ങളോട് വഴക്കിന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അവരോട് വഴക്കിട്ട് ജയിക്കാം, അല്ലെങ്കിൽ പ്രശ്നം വേണ്ടെന്ന് കരുതി ഒതുങ്ങി മാറി നിൽക്കാം. അല്ലാതെ നിങ്ങൾ അവരോട് തർക്കിച്ച് ജയിക്കാൻ നോക്കിയാൽ നിങ്ങൾ ഇനിയും മെച്യൂർഡ് അല്ല എന്നാണ് അതിനർത്ഥം. പ്രശ്നം വേണ്ടെന്ന് കരുതി നിങ്ങൾ മാറിപ്പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെച്യൂർഡ് ആണ് എന്നാണ് അർത്ഥം. മറ്റുള്ളവർ കാണുന്ന സ്ഥലത്ത് വെച്ച് ആരോടെങ്കിലും അവരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് വഴക്കിടാൻ നോക്കിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഇമേജ് മറ്റുള്ളവരുടെ മുന്നിൽ ഇല്ലാതാകുമെന്ന് മെച്യൂർ പേഴ്സണ് നന്നായിട്ടറിയാം. മാത്രമല്ല, അവർ ഒരിക്കലും ആരോടും തർക്കിച്ച് ജയിക്കാൻ നോക്കില്ല. അവർ സൈലന്റ് ആയി ജയിക്കാനാണ് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4. നിങ്ങളൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അവിടെയുള്ള ബോസ് കമ്പനിയുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജീസിനെ പറ്റി എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസ് പറയുന്നത് 100% വർക്കൗട്ട് ആകില്ല എന്ന് തോന്നുകയും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ഐഡിയ തോന്നുകയും ചെയ്താൽ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, ബോസ് പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആകില്ലെന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറയും. ഓപ്ഷൻ ബി, അത് വർക്കൗട്ട് ആകില്ലെന്ന് അറിഞ്ഞിട്ടും ബോസിനോട് അത് പറയാതെ വിട്ടുകളയും. നിങ്ങളാണെങ്കിൽ ഇതിൽ എന്താണ് ചെയ്യുക? നിങ്ങളുടെ ബോസിനോട് നിങ്ങളുടെ ഐഡിയയെ പറ്റി ഉടനെ പറയാതെ അദ്ദേഹം
പറയുന്നത് കേട്ട് നടന്നാൽ നിങ്ങളൊരു മെച്യൂർ പേഴ്സൺ ആണെന്നാണ് അർത്ഥം. അതേസമയം ബോസിനോട് അദ്ദേഹം പറഞ്ഞത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഐഡിയ അതേസമയം പറയുകയാണെങ്കിൽ നിങ്ങൾ മെച്യൂർഡ് ആയിട്ടില്ലെന്നാണ് അതിനർത്ഥം. നിങ്ങൾക്ക് മുകളിലുള്ളവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പൂർണ്ണമായും അറിയാതെ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോയി അവരോട് ഐഡിയയും അഡ്വൈസും കൊടുക്കരുത്. 100-ൽ ഒരാൾ മാത്രമേ നിങ്ങൾ പറയുന്നത് കേൾക്കുകയുള്ളൂ. ബാക്കി 99 പേരും അവർ നിങ്ങളെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്നത് കൊണ്ടും നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും നിങ്ങൾ പറയുന്നത് ചെവികൊള്ളില്ല. മാത്രമല്ല അവരുടെ ഉള്ളിൽ നീ എന്നേക്കാൾ വലിയ ഇന്റലിജന്റ് ആണോ എന്ന ഒരു ഈഗോയും ഉണ്ടാകും. അത് നിങ്ങളുടെ ജോലിക്കും വലിയ പ്രോബ്ലം ഉണ്ടാക്കിയേക്കാം. ആരെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് വന്ന അഡ്വൈസ് ചോദിച്ചാൽ മാത്രം അഡ്വൈസ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കും മതിപ്പുണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങൾ 10,000 രൂപ ഒരാൾക്ക് കൊടുത്താൽ വെറും 2 ദിവസം കൊണ്ട് അത് 2 മടങ്ങാക്കി അപ്പോഴുള്ള 20,000 രൂപയിൽ 15,000 രൂപ നിങ്ങൾക്ക് തന്നിട്ട് 5,000 രൂപ മാത്രം ഞാൻ എടുക്കും എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ, ഓപ്ഷൻ എ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും, ഓപ്ഷൻ ബി നിങ്ങളത് റിജക്ട് ചെയ്യും. ഇതിൽ നിങ്ങളുടെ ആൻസർ ഒന്ന് ചൂസ് ചെയ്യുക. ഈ 2 ഓപ്ഷൻസും ചൂസ് ചെയ്യാതെ മറ്റെന്തെങ്കിലും രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരാണ് കാശിന്റെ കാര്യത്തിൽ മെച്യൂർഡ് പേഴ്സൺ. ഒരാൾ നിങ്ങളുടെ പണം ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് ഏത് മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടിയാക്കും? അങ്ങനെ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തനിക്കത് നേരിട്ട് ചെയ്തുകൂടാ എന്നൊക്കെ ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി അതിനുശേഷം തന്റെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് മെച്യൂർഡ് പേഴ്സൺ. അല്ലാതെ ഉടൻ തന്നെ അക്സെപ്റ്റ് ഓർ റിജക്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുത്താൽ നിങ്ങൾ ഇതുവരെയും മെച്യൂർ ആയിട്ടില്ലെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് എപ്പോഴും നല്ലതുപോലെ ചിന്തിച്ച് വേണം പണത്തിന്റെ ഇടപാടുകളൊക്കെ നടത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. അതിൽ ആരെങ്കിലും ഒരു മെസ്സേജ് ഇട്ട ശേഷം അതവർ ഡിലീറ്റ് ചെയ്താൽ എന്ത് മെസ്സേജാണ് ഇട്ടതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ നത്തിങ് എന്നവർ റിപ്ലൈ ചെയ്താൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും അവരോട് പ്രതികരിക്കുന്നത്? ഓപ്ഷൻ എ എന്ത് മെസ്സേജാണ് ഇട്ടതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. ഓപ്ഷൻ ബി മെസ്സേജ് കാണും മുമ്പേ ഡിലീറ്റ് ആയതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാതെ വിടും. അല്ലാതെ അവരോടത് ചോദിച്ചാലോ അതോർത്ത് നിങ്ങൾ ആകുലപ്പെട്ടാലോ നിങ്ങൾ ഇതുവരെയും മെച്യൂർ ആയിട്ടില്ലെന്നാണ് അതിനർത്ഥം. പൊതുവെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അയാൾ അത് നിങ്ങളോട് ചോദിക്കും. എന്നാൽ നിങ്ങളോടത് ചോദിക്കണ്ട എന്നവർ ഡിസൈഡ് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും അവരത് പറയാതിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കും. ഇക്കാര്യത്തിൽ നിങ്ങൾ മെച്യൂർ ആണോ അതോ ഇമ്മെച്യൂർ ആണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് റിലേറ്റീവിന്റെയോ സുഹൃത്തിന്റെയോ വീട്ടിൽ 2 ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ അവിടെയുള്ള എല്ലാവരും നിങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിച്ചാലും അവിടെയുള്ള ആരെങ്കിലും ഒരാൾ മാത്രം നിങ്ങളവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത പോലെ പെരുമാറിയാൽ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? ഒന്നുകിൽ 2 ദിവസമല്ലേ, എല്ലാം ക്ഷമിച്ച് പരീക്ഷ എഴുതിയ ശേഷം അവിടെ നിന്ന് പോകാം എന്ന് കരുതും. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ശരിയാകില്ല, അവർക്ക് എന്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് കരുതി തിരികെ പോകും. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അവിടെ താമസിച്ച് എക്സാം എഴുതിയാൽ നിങ്ങൾ മെച്യൂർ പേഴ്സൺ ആണ്. എന്നാൽ അവിടെ നിന്ന് നിങ്ങൾ തിരികെ പോയാൽ നിങ്ങൾ ഇമ്മെച്യൂർഡ് ആണെന്നാണ് അർത്ഥം. കാരണം എക്സാം എഴുതാതെ പോയാൽ നിങ്ങൾക്കാണ് വലിയ നഷ്ടമുണ്ടാകുന്നത്. പലരും തങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഞാൻ കാരണം എന്തിനാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ആരോടും സഹായം ചോദിച്ച് അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ സ്വയം കരുതി അവർ തന്നെ അവർക്ക് ദ്രോഹം ചെയ്യും. ഒരു മെച്യൂർ പേഴ്സൺ ഒരിക്കലും മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുകയോ മറ്റുള്ളവരെ യൂസ് ചെയ്യുകയോ ഇല്ല. എന്നാൽ ചില സമയങ്ങളിൽ മറ്റുള്ളവരെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നേറാനാകൂ എന്നാണ് വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 8. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നടന്റെ ഫോൺ നമ്പർ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അവരെ ഫോൺ വിളിച്ച് ഞാൻ നിങ്ങളുടെ വലിയ ആരാധകനാണെന്നും എല്ലാ ചിത്രങ്ങളും കാണാറുണ്ടെന്നും നിങ്ങളോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹമുണ്ടെന്നുമൊക്കെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അത് കാര്യമാക്കാതെ നിങ്ങളുടെ ജോലിയിൽ തന്നെ ശ്രദ്ധിക്കും. എന്നാൽ അവരെ വിളിച്ച് ശല്യപ്പെടുത്തിയാൽ നിങ്ങൾ ഇമ്മെച്യൂർ ആണെന്നാണ് അതിനർത്ഥം. അവർ ആരായാലും എന്താ, അവരോട് സംസാരിക്കേണ്ടതില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നല്ല മെച്യൂർ ലെവലിൽ ഇരിക്കുകയാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ 8 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഓരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാകുമല്ലോ. അതിൽ 5-ന് മുകളിൽ മെച്യൂർ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ വെൽ ഡൺ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സക്സസ്ഫുൾ ആകും. കാരണം നിങ്ങൾ നല്ല മെച്യൂർ ആയിട്ടുണ്ട്. മാർക്ക് 5-ൽ കുറവാണെങ്കിലും സാരമില്ല. നിങ്ങളുടെ ഏജ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് മെച്യൂർ ആയിട്ട് ആൻസർ പറയാൻ കഴിയാതെ പോയതാണ്. നിങ്ങൾക്ക് എത്ര മെച്യൂർ സ്കോർ കിട്ടിയെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഏജും മെൻഷൻ ചെയ്യുക. ഏത് പ്രായത്തിലുള്ളവരാണ് കൂടുതൽ മെച്യൂർ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.